എന്തിനാ നീ കരയുന്നേ? ദേ നോക്ക്, നിനക്ക് എപ്പ വേണേലും ഇങ്ങോട്ട് വരാം. ശ്രീയേട്ടനെ വിളിക്കാം. നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ ശ്രീയേട്ടൻ അങ്ങോട്ട് വരും. നീ എന്താ വിചാരിച്ചേ? കല്യാണം കഴിഞ്ഞ ഏട്ടൻ നിന്നെ മറന്നു പോന്നോ? പിന്നെ എന്തിനാ ഈ കരച്ചില്? ദേ, നിന്റെ ക്ലാസ് ഒന്നും മുടങ്ങില്ല. നിനക്ക് വേണ്ട ബുക്കുകളൊക്കെ ശ്രീയേട്ടൻ അവിടെ എത്തിച്ചേരും. എന്റെ മാളൂട്ടി നന്നായിട്ട് പഠിച്ച് വലിയ ആളാകുന്ന എനിക്ക് കാണണം. അതുവരെ ഏട്ടൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. മതി മതി, കല്യാണപ്പെണ്ണിങ്ങനെ കരഞ്ഞാലേ മേക്കപ്പ് എല്ലാം പോവും. ഏട്ടന്റെ മാളൂട്ടി നന്നായി വരും. മാളു, ദേ കരയാതിരിക്കെ. കരഞ്ഞാ പിന്നെ ഒന്നേന്ന് നിന്നെ ഒരുക്കേണ്ടി വരും. ദേ അച്ഛനെത്തിയല്ലോ. ഇനി ബാക്കിയുള്ളവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങണം. ആദ്യം അച്ഛന്റെ അനുഗ്രഹം വാങ്ങ. അതൊന്നും വേണ്ട മോളെ. അച്ഛൻ്റെ മാളു സന്തോഷമായിട്ട് ജീവിക്കണം. എവിടെ പോയാലും നീ അച്ഛൻ്റെ മാളു തന്നെ. ദീർഘസുമംഗലീ ഭവ. മതി, രണ്ടുപേരും കൂടെ വീണ്ടും കരച്ചിൽ തുടങ്ങണ്ട. എടി മോളെ, അമ്മായിയുടെ അനുഗ്രഹം മേടിച്ചേ. ഭർത്താവിന്റെ വീട്ടിൽ എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷായിട്ട് ജീവിക്കണം കേട്ടോ. ഇനി ഏട്ടത്തിയുടെ അനുഗ്രഹം വാങ്ങ ചെല്ലേ. സന്തോഷായിരിക്കണം എപ്പോഴും. ഏട്ടത്തെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ. എന്റെ ശ്രീയേട്ട പാവോ ജലജമായി. അവരെ വിഷമിപ്പിക്കരുത്. മനസ്സിൽ വേറെ ഒന്നും ചിന്തിക്കരുത്. ഇനി അമ്മയുടെ അനുഗ്രഹം വാങ്ങ. ചെറിയച്ചാ, എന്നാ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോട്ടെ. നിങ്ങൾ രാവിലെ കഴിഞ്ഞാലേ ഇറങ്ങുന്നുള്ളൂ. മോനെ, നിങ്ങൾ ചെല്ല്, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ അമ്മേ. വാ മോളെ.